ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡിഗ് വെയിറ്റിംഗ് പാർട്ട് 2ന്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഐലൻഡിലെ റാറ്റുകൾ നശിപ്പിക്കാനുള്ള വഴിയാണ് ക്യാപ്റ്റൻ രാജാവിനോട് പറഞ്ഞു കൊടുത്തത് അല്ലേ? If that is true, declared the king. അത് ശരിയാണോ എന്ന് രാജാവ് ചോദിച്ചു. I shall buy all the goods in your ship and in return I shall fill 5 chests with gold and diamonds. For the cat I shall give twice as much. ഇനി എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? If that is true, declared the king, I shall buy all the goods in your ship. ഞാൻ നിങ്ങളുടെ ഷിപ്പിൽ എന്തൊക്കെ സാധനമുണ്ടോ അതെല്ലാം ഞാൻ വാങ്ങിക്കാം. And in return I shall fill 5 chests with gold and diamonds. അതിന് നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് ഞാൻ എന്ത് തരാം? 5 പാത്രങ്ങൾ ഫുള്ളായിട്ട് ഗോൾഡും ഡയമണ്ട്സും തരാം. For the cat I shall give twice as much. ഇനി കാറ്റിന് മാത്രം 2 ഇരട്ടി എന്താണ് കിട്ടിയതിൽ 2 ഇരട്ടി ഗോൾഡുകളും ഡയമണ്ട്സുകളും ഒക്കെ അതിന് പ്രത്യേകം തരാം, കാറ്റിന് വേറെ തരാം എന്ന് രാജാവ് പറഞ്ഞു. The captain was overjoyed. ഇത് കേട്ടാൽ ആരെങ്കിലും സന്തോഷമാവാതിരിക്കും. അങ്ങനെ ക്യാപ്റ്റൻ എന്തായി? ഓവർജോയ്ഡ് ആയി, ഒരുപാട് സന്തോഷമായി. There was enough to make all of them very rich. ഇതൊക്കെ കിട്ടിയാൽ ഒരാൾക്ക് മാത്രമല്ല പണക്കാരനാവുക, എല്ലാവരും പണക്കാരനാവും. പിന്നെ when he returned he went straight to the merchant house and narrated the wonderful story in the presence of the merchant and all the people of the household. Dick could hardly believe his ears. എന്താണെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ when he returned he went straight to the merchant house. നേരെ മെർച്ചന്റിന്റെ വീട്ടിലേക്ക് പോയി. ക്യാപ്റ്റൻ എന്ത് ചെയ്തു? മെർച്ചന്റിന്റെ വീട്ടിലേക്ക് and narrated the wonderful story in the presence of the merchant. എന്നിട്ട് എന്ത് ചെയ്തു? അയാൾ കഥ മുഴുവൻ പറഞ്ഞു കൊടുത്തു, മെർച്ചന്റിന് പറഞ്ഞു കൊടുത്തു. ആൻഡ് ഓൾ ദി പീപ്പിൾ ഓഫ് ദ ഹൗസ് ഹോൾഡ്, അവിടെയുള്ള എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, വീട്ടിലുള്ള മറ്റ് അംഗങ്ങളും എല്ലാം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ആ കഥ അവര് പറഞ്ഞു കൊടുത്തു. ഡിക്ക് could hardly believe his ears. ഡിക്കിനാണെങ്കിൽ അവന്റെ ചെവികളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് ഈ കേൾക്കുന്നത്? സത്യമാണോ നുണയാണോ എന്താണെന്ന് പോലും അവന് എന്താണ് അറിഞ്ഞില്ല. എന്താണെന്ന് ഇത് കേട്ടതെല്ലാം സത്യമാണോ എന്ന് വിശ്വസിക്കാൻ അവന് പ്രയാസമായി. ദ മെർച്ചന്റ് വാസ് നോട്ട് ഓൺലി കൈൻഡ് ബട്ട് ഓൾസോ ഹോണസ്റ്റ്. എന്നാൽ മെർച്ചന്റ് ആണെങ്കിൽ ദയ മാത്രമുള്ള ആളായിരുന്നില്ല, നല്ല സത്യസന്ധൻ കൂടി ആയിരുന്നു. ആര്? മെർച്ചന്റ്. He made Dick sit on a chair and placed the 10 chests of treasure in front of him. അങ്ങനെ ഡിക്കിനെ വിളിച്ചു, അവിടെയുള്ള ഒരു ചെയറിൽ ഇരിക്കാൻ പറഞ്ഞു. ആൻഡ് പ്ലേസ് ദ 10 chests of treasure in front of him. ആ പൂച്ചയ്ക്ക് എത്ര ട്രഷർ ആണോ അവിടെയുള്ള രാജാവ് നൽകിയത്, ആ ട്രഷർ മുഴുവൻ അവന്റെ മുന്നിൽ വെച്ചു. They are yours. ഇതെല്ലാം നിനക്കുള്ളതാണ് ഡിക്ക്. said the merchant. മെർച്ചന്റ് അവനോട് പറഞ്ഞു, You are a very rich man now. നീ ഇപ്പോൾ എന്തായിരിക്കുന്നു? വലിയൊരു പണക്കാരനായിരിക്കുന്നു. ഡിക്ക് stayed on in the house of the merchant. ഡിക്ക് എന്ത് ചെയ്തു? മെർച്ചന്റിന്റെ വീട്ടിൽ തന്നെ ഇരുന്നു. He no longer worked in the kitchen. പിന്നീട് എവിടെ വർക്ക് ചെയ്യാൻ പോയില്ല? അടുക്കളയിൽ പണിയെടുക്കാനൊന്നും അവൻ പോയില്ല. But went to a fine school. അടുക്കളയിലേക്ക് പകരം അവൻ എവിടേക്കാ പോയത്? പഠിക്കാനാണ് പോയത്. He worked hard and grew up to a very handsome and learned young man. അവൻ എന്ത് ചെയ്തു? പ്രയത്നിച്ചു, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് ഗ്രൂ അപ്പ് ടു എ വെരി ഹാൻസം ആൻഡ് ലേൺഡ് യങ് മാൻ. വിദ്യാസമ്പന്നനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ചെറുപ്പക്കാരനായിട്ട് മാറി. He married the merchant's daughter and lived in comfort and luxury. He married merchant's daughter. അങ്ങനെ ആ മെർച്ചന്റിനെ, കച്ചവടക്കാരന്റെ മകളെ തന്നെ കല്യാണം കഴിച്ചു. ആൻഡ് lived in comfort and luxury. നല്ല സുഖ സൗകര്യങ്ങളോടുകൂടിയും നല്ല സന്തോഷത്തോടുകൂടിയും അവൻ ജീവിച്ചു. But he never forgot his earlier days and were always kind and generous to the poor. അവൻ കഴിഞ്ഞ കാലമൊന്നും മറക്കാതെ പാവങ്ങളെ സ്നേഹിക്കുകയും നല്ല ദയുള്ള ആളായിട്ട് മാറി ജീവിക്കുകയും ചെയ്തു. ഡിക്ക് became sheriff. അങ്ങനെ ഡിക്ക് എന്തായി മാറി? ഷെരീഫ് പറഞ്ഞ നേതാവ്.
അവിടുത്തെ ഏറ്റവും വലിയ ആളായിട്ട് മാറി. ആൻഡ് ദെൻ ത്രൈസ് ലോർഡ് മേയർ ഓഫ് ലണ്ടൻ, അങ്ങനെ ലണ്ടനിലെ മേയറായിട്ട് മാറി. 3 പ്രാവശ്യം അവൻ എന്തായി മാറി? ലണ്ടനിലെ മേയറായിട്ട് മാറി. He was admired and respected. എല്ലാവരും അവനെ എന്ത് ചെയ്തു? ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. He could often go to the church to listen to the bells chime. ഇവൻ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് എവിടേക്ക് പോവും? ചർച്ചിലേക്ക് പോവും. ബെൽ എന്താണോ ബെല്ല് റിങ് ചെയ്യുന്നത് അവൻ ശ്രദ്ധിക്കും. They had spoken truly so long ago when they chimed. അവൻ എന്താണ്? അവൻ പണ്ട് എങ്ങനെയായിരുന്നു? അങ്ങനെ 3 വഴികൾ ഇരുന്നപ്പോൾ ചർച്ച് ബെല്ലിന്റെ സൗണ്ട് കേട്ടിട്ട് അത് പറയുന്നത് പോലെ തോന്നിയിട്ടാണ് അവൻ എന്താണ് വീണ്ടും മെർച്ചന്റിന്റെ വീട്ടിലേക്ക് ഓടിയതല്ലേ? അതെല്ലാം അവൻ വീണ്ടും വീണ്ടും ഓർമ്മിച്ചെടുക്കും. When they chimed, turn again, Whittington, thrice Lord Mayor of London. ഇതായിരുന്നു ചർച്ച് ബെൽസ് പറഞ്ഞത്. ഏതായിരുന്നു? ടേൺ അഗെയിൻ വൈറ്റിംഗ്ടൺ, നിങ്ങൾ വീണ്ടും തിരിച്ച് നടക്കൂ. ത്രൈസ് ലോർഡ് മേയർ ഓഫ് ലണ്ടൻ, നിങ്ങൾ ഒരിക്കൽ ഒരു വലിയ ലണ്ടനിലെ മേയറായിട്ട് മാറും എന്ന് ചർച്ച് ബെൽസ് പറയുന്ന അശരീരി വീണ്ടും അയാൾക്ക് കേൾക്കുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ എന്തായി? ഡിക്ക് ഏറ്റവും വലിയ പണക്കാരനായി അവിടെ മെർച്ചന്റിന്റെ മകളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ആരിരുന്നു? ഡിക്ക് ഇരുന്നു. ഇതാണ് അപ്പോൾ ഡിക്ക് വൈറ്റിംഗ്ടൺ പാർട്ട് 2 അല്ലേ കഥ. ഓക്കെ.